അതിർത്തിയിലെ അശാന്തി രാജസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചത് കനത്ത ആഘാതം. ഉപജീവനമാർഗം വഴിമുട്ടിയതോടെ കച്ചവടക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലായി. ജയ്സൽമീറിലെ കച്ചവടക്കാർ ആശങ്കകൾ 24-ഉമായിട്ടും പങ്കുവച്ചു. अभी लड़ाई चल रही है तो कब बंद हुआ इसका कोई भरोसा नहीं है। राशन पानी वो क्या महीना 2 महीना को घर पे ला रखो, नहीं हमारा क्या हाल होएगा। ये हमें लड़ाई दंगा होया तो बहुत खतरनाक है भाई साहब, इसका कोई भरोसा नहीं है। उसकी कोई भरोसा नहीं है, पढ़ सके फूट सके, पब्लिक बहुत नॉर्मल। क्यों पाचा लॉकडाउन लाग जैसा है, कोई भरोसा नहीं है। फैसला ही हो जाता है, नहीं होता है, कोई भरोसा नहीं है इसका। ജയ്സാൽമീറിൽ ടൂറിസ്റ്റുകളുടെ സമയമല്ല, എങ്കിലും ചെറിയ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിർത്തിയിൽ സംഘർഷം തുടങ്ങിയതോടെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി. धंधा होता है, धंधा इतना नहीं होता है। धंधा तो होता है 4-5 हजार रुपया बढ़ रहा था, उसमें कोई गुंजाइश नहीं है। हाल बहुत बुरा है, बच्चा प्राइवेट पढ़ता है, दुकानदारी होती है तो नॉर्मल होता है, नहीं तो ज़्यादा गुंजाइश नहीं है। കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാരൻ ബിൽജിത്തിനും പറയാനുള്ളത് മധുരത്തിൻ്റെതല്ല, കൈപ്പേറിയ അനുഭവങ്ങൾ. अभी थोड़ा बिजनेस कम है, धंधा कस्टमर कम आ रहे, लड़ाई चल रही ना पाकिस्तान हिंदुस्तान की, इसलिए कस्टमर बहुत कम है, सब पब्लिक गांव भग गई। जैसलमेर राजस्थान खाली खाली है अभी. പ്രാണരക്ഷാർത്ഥമോടിയ നാട്ടുകാരും ടൂറിസ്റ്റുകളുമൊക്കെ തിരിച്ചു വന്നാലേ ജയ്സാൽമീർ ആ പഴയ ജയ്സാൽമീർ ആവുകയുള്ളൂ. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഏറ്റവും ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്, അവരുടെ ജീവിതത്തെയാണ്, അവരുടെ ഉപജീവനത്തെയാണ്. സമാധാനം പുലരട്ടെ. ജയ്സാൽമീറിൽ നിന്ന് VS രാഹുലിനൊപ്പം അനിൽ വാസുദേവ്, 24.